Dear students, we are starting our second chapter, Animal Kingdom. So, we can see we have learned about Animal Kingdom, different taxonomical categories. There's a large category is Animal Kingdom. So, first we can see what are the basis of classification. So, first base of classification is levels of organization. First level is cellular level of organization, then tissue level of organization, organ level of organization, organ system level of organization. Now we can see in detail what are these levels of organization. So first is cellular level of organization. In sponges, so example for the cellular level of organization is sponges. The cells are arranged as loose cell aggregates. ഇപ്പോൾ സ്പോഞ്ചസ് എന്ന ഓർഗാനിസത്തിൻ്റെ ഫോട്ടോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്പോഞ്ചസിൽ എങ്ങനെയാണ് ബോഡിയിൽ അറേഞ്ച്മെൻറ്റ്? സെൽസേ ഉള്ളൂ. സെൽസ് ലൂസായിട്ട് അവിടെ ഇവിടെ അഗ്രിഗേറ്റ്സ് ആയിട്ട് ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ആയിട്ട് സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ഇൻ ദ ബോഡി ഓഫ് സ്പോഞ്ചസ് ഓൺലി സെൽസ് ആർ പ്രസൻറ്റ്. അങ്ങനെയുള്ള ഓർഗനൈസേഷനെയാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. Next is tissue level of organization. So before that we have to study what is a tissue. എന്താണ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? സെൽസ് പെർഫോമിങ് സെയിം ഫങ്ഷൻ, ഒരു ഫങ്ഷന് വേണ്ടി നിലകൊള്ളുന്ന കുറേ സെൽസ്, അതെല്ലാം കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ടിഷ്യൂ. അപ്പോൾ സെല്ലാണ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ സെല്ലുലാർ ലെവൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ലെവലാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. So this is seen in Coelenterate. Coelenterate ഒരു ഫൈലത്തിൻ്റെ പേരാണ്. കിങ്ഡം ഫൈലം ഒക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? ഇങ്ങനെ ടാക്സോണമിക് കാറ്റഗറീസ് പഠിച്ചു. അതിൽ ഫസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് കാറ്റഗറിയാണ് കിങ്ഡം. കിങ്ഡത്തിൽ വരുന്ന നെക്സ്റ്റ് കാറ്റഗറിയാണ്, നെക്സ്റ്റ് ഓർഡറിൽ വരുന്നത് ഫൈലമാണ്. അപ്പോൾ Coelenterate എന്ന ഫൈലത്തിൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് ഈസ് മോർ കോംപ്ലെക്സ്, കുറച്ചും കൂടിയും കോംപ്ലെക്സ് ആണ് കമ്പയർഡ് ടു സ്പോഞ്ചസ്. ഹിയർ ദ സെൽസ് പെർഫോമിംഗ് ദ സെയിം ഫങ്ഷൻ ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ്. എന്താണ് കോംപ്ലെക്സിറ്റി? സെൽസ് സ്പോഞ്ചസിൽ സെൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സെൽസ് ഒരു ഫംഗ്ഷന് വേണ്ടി നിലകൊള്ളുന്ന സെൽസ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒരു ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നു. സോ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണിത്. ദെൻ ദ തേർഡ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഈസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ അത് സെല്ലുലാർ ലെവലിനേക്കാളും ടിഷ്യൂ ലെവലിനേക്കാളും കുറച്ചും കൂടി കോംപ്ലെക്സ് ലെവലാണത്. ദിസ് ഈസ് കോമൺലി സീൻ ഇൻ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് എന്ന ഫൈലത്തിലും കൂടാതെ വേറെയുള്ള ഹയർ ഫൈലത്തിലുമാണ് സാധാരണ കാണുക. ഹയർ ഫൈലം എന്ന് പറഞ്ഞാൽ റൗണ്ട് വേംസ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യൽമിന്തസ് ആണത്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻ ദിസ് കേസ് എന്താ സംഭവിക്കുന്നത്? ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു ഫോം ഓർഗൻസ്. ഇവിടെ ടിഷ്യൂസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് ഗ്രൂപ്പ് ഫോം ചെയ്ത് ഇറ്റ് ബിക്കംസ് ഓർഗൻ. ഓർഗൻസ് ഉണ്ടാവുന്നു. നമ്മുടെ ബോഡിയിൽ കുറേ ഓർഗൻസ് ഉണ്ട്. ഐ, ഇയർ, ഇന്റേണൽ ഓർഗൻസ് ആണ്, ഹാർട്ട്, കിഡ്നി, ലിവർ, ഇതൊക്കെ ഓർഗൻസ് ആണ് അല്ലേ? ഈ ഓർഗൻസ് ഫോം ചെയ്തിരിക്കുന്നത് കുറേ ടിഷ്യൂസ് ജോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ സെല്ല് കഴിഞ്ഞു, ടിഷ്യൂ കഴിഞ്ഞു, ഓർഗനാണ് കാണുന്നത് നമ്മൾ. ഈച്ച് ഓർഗൻ സ്പെഷ്യലൈസ്ഡ് ഫോർ എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ, ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ട ഓർഗൻസ് ആണ് കാണുക. അപ്പോൾ ദിസ് ഇസ് ദ നെക്സ്റ്റ് ലെവൽ. ആഫ്റ്റർ ടിഷ്യൂ ലെവൽ വി ക്യാൻ സി ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ കേസിൽ ഓർഗൻസ് ആണ് ബോഡിയിൽ ഉണ്ടാവുക. എക്സാമ്പിൾ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ആൻഡ് ഫൈലം ഏഷ്യൽമിന്തസ്. ഹയർ ലെവലിലൊക്കെ ഓർഗൻ ലെവൽസ് കാണാം. Then this is the most higher level. This is organ system level of organization. In animals like annelids, പേരുകളൊന്നും ഫെമിലിയർ അല്ല, പക്ഷേ ഫൈലം പഠിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും. ഇൻ ആനിമൽസ് ലൈക്ക് annelids, arthropods, mollusks, echinoderms and chordates, ഇതെല്ലാം ഫൈലത്തിൻ്റെ പേരാണ്. Organs have associated to form functional systems. Each system concerned with a specific physiological function. അപ്പോൾ ഈ അനിമൽസിൻ്റെ കേസസിൽ ഓർഗൻസ് എല്ലാം കുറേ ഓർഗൻസ് ജോയിൻ ചെയ്ത് ഒരു സിസ്റ്റം ഫോം ചെയ്തു. ഈ സിസ്റ്റത്തിന് ഒരു പ്രത്യേക ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. ദെൻ വാട്ട് ഈസ് എ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ? എന്താണ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബോഡിയിൽ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ, അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ ഫങ്ഷൻസിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്യുന്ന
ഒരു സിസ്റ്റം. അതാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓർഗൻ സിസ്റ്റത്തിൽ കുറേ ഓർഗൻസ് ഉണ്ടായിരിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് എക്സാമ്പിളായിട്ട് എടുത്താൽ മൗത്ത് തൊട്ട് ഏനസ് വരെ കംപ്ലീറ്റ് സിസ്റ്റംസ് ആണ് അല്ലേ. മൗത്ത്, അതിൽ ടങ് ഉണ്ട്, ടൂത്ത് ഉണ്ട്, ദെൻ ഫാരിങ്സ് ഉണ്ട്, ഈസോഫാഗസ്, അങ്ങനെ കുറേ ഓർഗൻസ് നമുക്ക് പഠിക്കാണ്ട്. ഈ എല്ലാ ഓർഗൻസും കൂടി ഒരു സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ, ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ അവരുടെ ഫങ്ഷൻ എന്താ? ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് പല ഓർഗൻസും കൂടി ചേർന്ന് ഒരു സിസ്റ്റമായിട്ട് ഫോം ചെയ്യുന്നു. ദാറ്റ്സ് എ ഓർഗൻ സിസ്റ്റം. അപ്പോൾ ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിസ്റ്റം ഫോം ചെയ്യുന്ന ലെവലാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇത് ഏറ്റവും ഹയർ ലെവലാണ്. അനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊള്ളസ്ക്സ്, എക്കൈനോഡേംസ് ആൻഡ് കോഡേറ്റ്സ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ്. ഇതെല്ലാം ഫൈലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ ഫൈലും പഠിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പോൾ 4 ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാം. സെൽസ് മാത്രമുള്ള അനിമൽസിനെ നമ്മൾ സെല്ലുലാർ ലെവലിൽ പെടുത്തുന്നു. ടിഷ്യൂ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടുത്തുന്നു. ഈ ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ഉള്ള അനിമൽസിനെ, ശരീരത്തിലെ ഓർഗൻസ് രൂപാന്തരപ്പെട്ട അനിമൽസിനെ നമ്മൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്തുന്നു. ഇനി ഓർഗൻസ് എല്ലാം കമ്പൈൻ ചെയ്ത് സിസ്റ്റം, ഓർഗൻ സിസ്റ്റം ഫോം ചെയ്ത ആ ഗ്രൂപ്പ് ഓഫ് അനിമൽസിനെ നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടുത്തുന്നു. അപ്പോൾ ക്ലാസിഫൈ ചെയ്യാൻ, തരംതിരിക്കാൻ ഉള്ള ഒരു മാനദണ്ഡം ഇവിടെ അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സോ വി ഹാവ് സ്റ്റഡീഡ് 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഏറ്റവും ഹയർ മോസ്റ്റ്. Organ systems in different groups of animals exhibit various patterns of complexity. കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്, പലതരത്തിലും കോംപ്ലക്സിറ്റീസ് ഉണ്ടാവും. ഹയർ ലെവലിൽ കോംപ്ലക്സിറ്റീസ് കൂടുതലായിരിക്കും. അതായത് കുറച്ചധികം സിമ്പിൾ അല്ലാന്ന്, സെല്ല് കാണുന്ന പോലെ സിമ്പിൾ അല്ല. കുറേ ഓർഗൻസ് പല ഫംഗ്ഷൻസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സിറ്റീസ് ഉണ്ടാവും. അത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ പഠിക്കുന്ന ഒരു പ്രത്യേകത പോലെയൊന്നും ആവണമെന്നില്ല. ചില എക്സെപ്ഷണൽ കേസസ് ഒക്കെ കാണാം. ഫോർ എക്സാമ്പിൾ, the digestive system in Platyhelminthes has only a single opening to the outside of the body that serves as both mouth and anus and is hence called incomplete. അപ്പോൾ സാധാരണ നമ്മുടെയൊക്കെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഭക്ഷണം ഉള്ളിലേക്ക് കൊടുക്കാൻ മൗത്ത് ഉണ്ട് ആൻഡ് എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് ഏനസ് എന്നൊരു ഓപ്പണിംഗ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലാറ്റിഹെൽമിന്തസ് എന്ന ഫൈലത്തിൽ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ആ ഓപ്പണിംഗ് ആണ് മൗത്തും ഏനസും ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ വി കോൾ ദാറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആസ് ഇൻകംപ്ലീറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി നിങ്ങൾക്ക്. എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം? 2 സെപ്പറേറ്റ് ഓപ്പണിങ്സ് ഉള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവിടെ ഒരു ഓപ്പണിംഗ് മാത്രമുള്ളത് കൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. So what is a complete digestive system? Second line നോക്കൂ. A complete digestive system has 2 openings, mouth and anus. അപ്പോൾ ഇതാണ് എക്സെപ്ഷൻസ് എന്ന് പറയാം. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാലും അതിൽ ചില എക്സെപ്ഷൻസ് കാണും. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം കാണുന്നത് പ്ലാറ്റിഹെൽമിന്തസിലും അതിൽ സിംഗിൾ ഓപ്പണിംഗ് മാത്രമുള്ളതുകൊണ്ട്. ബാക്കിയുള്ള ഹയർ അനിമൽസിലൊക്കെ 2 ഓപ്പണിങ്സ് ഉണ്ട്. സോ വി കോൾ ദാറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആസ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി അതുപോലെയുള്ള അടുത്ത കോംപ്ലക്സിറ്റിയാണ് സർക്കുലേറ്ററി സിസ്റ്റം. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം? നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, ബ്ലഡും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ്, കാപ്പിലറീസ്, ഇതെല്ലാം ചേർന്നുള്ള സർക്കുലേഷൻ നടക്കുന്നത്. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യണം, ബ്ലഡ് മൂവ് ചെയ്യണം അല്ലേ. ബോഡി പാർട്സിലേക്ക്, ഓർഗൻസിലേക്കൊക്കെ ബ്ലഡ് കൊടുക്കണം. ബ്ലഡ് വഴി ഓക്സിജൻ, ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കണം. പ്ലസ് അവിടെ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസിൽ വരുന്ന വേസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ റിമൂവ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് ബ്ലഡാണ്. ബ്ലഡ് ഈസ് ദ മെയിൻ ബോഡി ഫ്ലൂയിഡ്. അപ്പോൾ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നടക്കുമ്പോൾ അതിന് സഹായിക്കുന്ന എല്ലാ ഓർഗൻസും കൂടി ചേർന്ന് ദേ ഫോം എ സിസ്റ്റം. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സർക്കുലേറ്ററി സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെ തന്നെ 2 തരത്തിൽ നമുക്ക് കാണാം. പല ഓർഗാൻസത്തിൽ പലതരത്തിൽ സർക്കുലേറ്ററി സിസ്റ്റം കാണാം. ഫസ്റ്റ് വി ക്യാൻ സ്റ്റഡി ഓപ്പൺ ടൈപ്പ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഓപ്പൺ ടൈപ്പ് എന്ന് വെച്ചാൽ തുറന്ന ടൈപ്പാണ്. ഇൻ വിച്ച് ബ്ലഡ് ഈസ് പംപ്ഡ് ഔട്ട് ഓഫ് ഹാർട്ട്. അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ബ്ലഡ് ഹാർട്ടിൽ നിന്നാണ്, ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരിക. പംപ്ഡ് ഔട്ട് ഓഫ് ഹാർട്ട് ആൻഡ് ദ സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡയറക്ട്ലി bathed in it. ഇവിടെ ബ്ലഡ് വരുന്നത്, ബ്ലഡിൽ പ്രത്യേകിച്ചൊരു ചെറിയ ബ്ലഡ് വെസൽസോ ബ്ലഡ് കാപ്പിലറീസോ ഒന്നുമില്ല. ബ്ലഡിൽ മുങ്ങിയിട്ടാണ് ആ ഓർഗാൻസത്തിൻ്റെ സെല്ലും ടിഷ്യൂ ഒക്കെ എടുക്കുക. മനസ്സിലായോ? അപ്പോൾ
ഒരു ബോഡി ഫ്ലൂയിഡിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് സെല്ലും ടിഷ്യൂ ഒക്കെ ആ ഓർഗാനിസത്തിൻ്റെ. അങ്ങനെയുള്ള തുറന്ന ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിനെ നമ്മൾ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ക്ലോസ് ടൈപ്പ്? അത് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ടൈപ്പ് കുറച്ചുകൂടി ക്ലിയർ ആവും. Closed type in which the blood is circulated through a series of vessels of varying diameter. അപ്പോൾ ക്ലോസ്ഡ് ടൈപ്പിൽ എങ്ങനെയാണ് ബ്ലഡ് വെറുതെ ബോഡി ക്യാവിറ്റിയിലേക്കല്ല കൊടുക്കുന്നത്. എവിടെയാ? ചെറിയ ചെറിയ വെസൽസ് ഉണ്ട് അല്ലേ? ബ്ലഡ് വെസൽസ് ഉണ്ട്. അത് ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. ആർട്ടറി എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ ഉള്ള ബ്ലഡ് ക്യാരി ചെയ്യുന്നതാണ് ആർട്ടറീസ്. വെയിൻസ് എന്ന് പറഞ്ഞാൽ ഇംപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ക്യാരി ചെയ്യുന്നത് വെയിൻസ്. ദെൻ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസിനെ നമ്മൾ കാപ്പിലറീസ് എന്ന് പറയുന്നു. അപ്പോൾ ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള ഓർഗാൻസത്തിൽ ബ്ലഡ്, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് പാസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബ്ലഡ് കാപ്പിലറീസിലും ബ്ലഡ് വെസൽസിൽ കൂടിയാണ്. വെസൽ എന്ന് പറഞ്ഞാൽ ആ മീനിങ് ഓർക്കണം, ചെറിയ ചെറിയ ട്യൂബ്സിനെയാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയാം. ആർട്ടറീസും വെയിൻസൊക്കെ ബ്ലഡ് വെസലിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. ഇൻ ഓപ്പൺ ടൈപ്പ് ദർ വിൽ ബി നോ ബ്ലഡ് വെസൽസ് ആൻഡ് ദ ബ്ലഡ് ഈസ് പംപ്ഡ് ഇൻ ടു ബോഡി ക്യാവിറ്റി. ബോഡിയുടെ ക്യാവിറ്റിയിലേക്ക് തന്നെ ബ്ലഡ് പമ്പ് ചെയ്യുക. എക്സാമ്പിൾ ഇത്ര ഓർത്താൽ മതി. നമ്മൾ പാറ്റേനെയൊക്കെ അടിച്ചു കൊല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ചെറിയ ബ്ലഡ് വെസൽസ് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ബോഡി ഫ്ലൂയിഡ് ആണ് ഒരു വൈറ്റ് കളറിൽ പുറത്തേക്ക് വരിക. ആ ക്യാവിറ്റിയിലാണ്, പാറ്റയുടെ ബോഡിയുടെ ക്യാവിറ്റിയുടെ ഉള്ളിലാണ് ആ ബോഡി ഫ്ലൂയിഡ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ ഓർഗൻസ് എല്ലാം കിടക്കുക. അപ്പോൾ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നു. ക്ലോസ്ഡ് ടൈപ്പിൽ അത് ബ്ലഡ് നമ്മുടെയൊക്കെ ശരീരത്തിൽ ക്ലോസ്ഡ് ടൈപ്പാണ്. നമുക്ക് വെയിനും ആർട്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ ബ്ലഡ് കൊടുക്കല്ലേ ചെയ്യുക, അത് ബ്ലഡ് വെസൽസിൽ കൂടിയാണ് നമ്മുടെ ബ്ലഡൊക്കെ പാസ് ചെയ്യുക. സോ ദറ്റ് ഇസ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. സോ നെക്സ്റ്റ് വി ക്യാൻ സി സിമെട്രി. ഇതും ക്ലാസിഫിക്കേഷൻ്റെ ഒരു ബേസിസ് ആണ്. സിമെട്രി അനുസരിച്ച് നമുക്ക് ഓർഗാൻസത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ ബോഡി to give definite form and shape to the animal is called symmetry. ഒരു ഓർഗാൻസിൻ്റെ ശരീരത്തിൽ ഓർഗൻസ് അറേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് ഓർഗാൻസിന് ഒരു ഷേപ്പും ഫോമൊക്കെ തരിക. നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം നമുക്ക് ബോഡിക്ക് ഷേപ്പ് തരുന്ന പോലെ അതിൻ്റെ പാർട്സ് അറേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് ബോഡിക്ക് ഷേപ്പ് ഉണ്ടാവുക. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിനെ ആണ് നമ്മൾ സിമെട്രി എന്ന് പറയുക. സിമെട്രി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാണ്ട് എസിമെട്രി. അപ്പോൾ അവിടെ സിമെട്രി ഇല്ല. ദെൻ റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ഇങ്ങനെ 3 തരത്തിൽ സിമെട്രീസ് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് ഈസ് എസിമെട്രി. എസിമെട്രിയുടെ കേസിൽ ഒരു ഓർഗാൻസത്തിനെ നടുവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും 2 ഈക്വൽ ഹാഫായിട്ട് നമുക്ക് കിട്ടില്ല. കാരണം അത് ഈക്വൽ അല്ല, 2 സൈഡും 2 തരത്തിലാണ്. ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു 2 സിമിലർ ഈക്വലന്റ് ഹാഫ്സ് ഇൻ എനി ഡിറക്ഷൻ. എക്സാമ്പിൾ സ്പോഞ്ചസിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെങ്ങനെ കട്ട് ചെയ്താലും കിട്ടുന്ന ഹാഫ്സ് രണ്ടും ഈക്വൽ ആയിരിക്കില്ല. കാരണം അതിൻ്റെ സ്ട്രക്ചർ തന്നെ പലതരത്തിലുള്ള സ്ട്രക്ചറാണ് അല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ഓർഗാനിസത്തിന് നമ്മൾ സിമെട്രി ഇല്ലാത്ത ഓർഗാനിസം എന്ന് പറയുന്നു. അതുകൊണ്ട് ആ ഫീച്ചറിനെ, ആ ക്യാരക്ടറിനെ നമ്മൾ എസിമെട്രി എന്നാണ് പറയാം. എസിമെട്രി, സിമെട്രി ഇല്ലാത്തത്. എക്സാമ്പിൾ സ്പോഞ്ചസ്. ദെൻ വാട്ട് ഈസ് റേഡിയൽ സിമെട്രി? എനി പ്ലെയിൻ passing through the central axis of the body divides the organism into 2 identical halves. It is called radial symmetry. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ സെൻറ്റർ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനും, അത് ഏത് ഡിറക്ഷനിലും, ഈ നോക്കി നിങ്ങൾക്ക് അറിയാം, ഏത് ഡിറക്ഷനിലും താഴോട്ട് സൈഡ് വൈസ് ഡയഗണൽ ഏത് ഡിറക്ഷനിൽ കട്ട് ചെയ്താലും അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ദ പ്ലെയിൻ ഷുഡ് പാസ് ത്രൂ ദ സെൻട്രൽ ആക്സിസ്. അപ്പോൾ സെൻട്രൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് ഡിറക്ഷനിലേക്കൂടെ കട്ട് ചെയ്താലും ഓർഗാനിസത്തിനെ കട്ട് ചെയ്താൽ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസത്തിൻ്റെ സിമെട്രീനെ നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നു. സോ ഇഫ് യു കട്ട് an organism through the central axis, through its central axis, 2 equal halves we get 2 equal halves, then we call that symmetry as radial symmetry. അപ്പോൾ സെൻട്രൽ ആക്സിസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ ആക്സിസിൽ കൂടെ കട്ട് ചെയ്യുന്ന ഏത് പ്ലെയിനും, അത് ഡയഗണൽ ആവാം, സ്ട്രെയിറ്റ് ആവാം, ഹൊറിസോണ്ടൽ ആവാം, വെർട്ടിക്കൽ ആവാം, എങ്ങനെ കട്ട് ചെയ്താലും കിട്ടുന്നത് 2 ഐഡന്റിക്കൽ ഹാഫ്സ് ആണെങ്കിൽ ദാറ്റ് സിമെട്രി ഓർ ദാറ്റ് ഓർഗാനിസം ഈസ് സെറ്റ് ടു ഹാവ് റേഡിയൽ സിമെട്രി. എക്സാമ്പിൾ സിലൻട്രേറ്റ്സ്. ഫൈലം സിലൻട്രേറ്റ്സിലുണ്ട്. ഫൈലം ടീനോഫോസ്, സി സൈലൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുക, ടീനോഫോസ്. ഫൈലം എക്കൈനോഡേംസ്, ഇതിലൊക്കെ റേഡിയൽ സിമെട്രിയാണ് കാണുക. ദെൻ നെക്സ്റ്റ് ഈസ്
bilateral symmetry. The body can be divided into identical left and right halves in only one plane. അപ്പോൾ റേഡിയൽ സിമെട്രിയുടെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. റേഡിയൽ സിമെട്രിയിൽ ഏത് സെൻട്രൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിനും ആ ഓർഗാൻസത്തിൻ്റെ ബോഡീനെ രണ്ട് തുല്യ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതാണ് റേഡിയൽ സിമെട്രി. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബൈലാറ്ററൽ സിമെട്രി, ഒരു പ്ലെയിനിൽ കൂടെ സെൻട്രൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനിലുള്ള കട്ടിങ് മാത്രമേ രണ്ട് തുല്യ ഹാഫായിട്ട് കിട്ടുള്ളൂ. റൈറ്റും ലെഫ്റ്റും തുല്യ ഹാഫായിട്ട് കിട്ടുള്ളൂ. വേറെ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും അങ്ങനെ ഒരു ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സിമെട്രിയാണ് ബൈലാറ്ററൽ സിമെട്രി. അത് സാധാരണ കാണുന്നത് അനലിഡ്സ്, ആർത്രോപോഡ്സ്, വെർട്ടിബ്രേറ്റ്സ്. Annelids, arthropods, vertebrates. So, based on the classification, based on the symmetry, animals are classified into asymmetrical, radially symmetrical, bilaterally symmetrical. ഇതൊക്കെയാണ് സാധാരണ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ബോഡിയിൽ സെല്ലാണോ, ടിഷ്യൂ ആണോ, ഓർഗൻ ആണോ, ഓർഗൻ സിസ്റ്റം ആണോ, അതനുസരിച്ച് നമ്മൾ ഓർഗാൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അതിലും ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയാണ്? എക്സെപ്ഷണൽ കേസസ് പഠിച്ചു. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്, ഇൻകംപ്ലീറ്റ്, അതനുസരിച്ച് നമുക്ക് ഓർഗാൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ആ ബേസിസിലും ക്ലാസിഫൈ ചെയ്യാം. ദെൻ ലാസ്റ്റ് വി സ്റ്റഡീഡ് based on symmetry we can classify organisms. So ഇതുവരെയുള്ള പോർഷൻസ് ക്ലിയർ ആയിട്ട് മാത്രം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക്, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം.